നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. യൂറോപ്പിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഏത് രാജ്യത്താണ് കൂടുതൽ അവസരങ്ങൾ? എവിടെയാണ് ശമ്പളം നല്ലത്? ഏത് കമ്പനികളാണ് റിക്രൂട്ട് ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നുവരുന്ന മറുപടികളിലൊന്നാണ് പോളണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പോളണ്ട് യൂറോപ്പിലെ പ്രധാന നിർമ്മാണ ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളിലൊന്നായി വളർന്നിട്ടുണ്ട്. അതിനൊപ്പം ഫാക്ടറികൾ, വെയർഹൗസുകൾ, ഓട്ടോമൊബൈൽ കമ്പനികൾ, ഇ-കൊമേഴ്സ് കമ്പനികൾ എന്നിവയിൽ വിദേശ തൊഴിലാളികളുടെ ആവശ്യകതയും വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോളണ്ടിലെ തൊഴിൽ വിപണി എങ്ങനെയെന്ന് പരിശോധിക്കാം. പോളണ്ട് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നാണ്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കമ്പനികൾ ആമസോൺ, DHL, ഇൻപോസ്റ്റ്, വോക്സ്വാഗൻ, LG എനർജി സൊല്യൂഷൻ, ടൊയോട്ട, ബോഷ്, മിഷേലിൻ, സാംസങ് ഇലക്ട്രോണിക്സ് പോളണ്ട് എന്നിവയാണ്. ഇവയ്ക്ക് പുറമെ നൂറുകണക്കിന് പ്രാദേശിക നിർമ്മാണ ലോജിസ്റ്റിക്സ് കമ്പനികളും വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നുണ്ട്. ജോലി അവസരങ്ങൾ കൂടുതലുള്ള നഗരങ്ങൾ: വാഴ്സോ, രാജ്യത്തിൻ്റെ തലസ്ഥാനം. കൂടുതൽ അവസരങ്ങൾ വന്നിട്ടുള്ളത് വെയർഹൗസ്, ഓഫീസ് സപ്പോർട്ട്, ലോജിസ്റ്റിക്സ്, IT, ഹോട്ടൽ എന്നിവിടങ്ങളിലാണ്. പിന്നെ റോക്ലോ, വിദേശ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളിൽ ഒന്നാണ് റോക്ലോ. അവസരങ്ങൾ പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ, ഫാക്ടറി വർക്കർ, CNC ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ എന്നിവർക്കാണ്. പിന്നെ പോസ്നാൻ, ഇവിടെ നിരവധി ഓട്ടോമോട്ടീവ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. മെഷീൻ ഓപ്പറേറ്റർ, അസംബ്ലി വർക്കർ, ക്വാളിറ്റി ഇൻസ്പെക്ടർ എന്നിവരുടെ അവസരങ്ങൾ ധാരാളമുണ്ട്. ലോഡ്സ്, വെയർഹൗസ് ജോലികൾക്കാണ് പ്രശസ്തം. വലിയ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ക്രാക്കോ, IT മേഖലയിലും ഫിനാൻസ് മേഖലയിലും ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളുള്ള നഗരങ്ങളിൽ ഒന്നാണ് ഇത്. നിലവിൽ കൂടുതൽ ഡിമാൻഡുള്ള ജോലി വെയർഹൗസ് അസോസിയേറ്റ് ആണ്. പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ, CNC മെഷീൻ ഓപ്പറേറ്റർ എന്നീ ഒഴിവുകളും വരാറുണ്ട്. അടിസ്ഥാന ഇംഗ്ലീഷ്, നല്ല ആരോഗ്യനില, ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യാനുള്ള സന്നദ്ധത ഇവയാണ് പോളണ്ടിൽ ജോലി കിട്ടാൻ പ്രധാന യോഗ്യത. ശമ്പളം 5000 മുതൽ 7500 പോളിഷ് സ്ലോട്ടിയാണ്. ഇത് ഒരു PLN എന്ന് പറഞ്ഞാൽ ഏകദേശം 21 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ്. ഓവർടൈം ജോലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. പോളണ്ടിൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യന്മാർക്ക് വലിയ ഡിമാൻഡുണ്ട്. പോളണ്ടിൽ ജോലിക്ക് ശ്രമിക്കുന്നവർ ആദ്യമായി പരിശോധിക്കേണ്ടത് യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക പോർട്ടലായ യൂറോപ്യൻ ജോബ് മൊബിലിറ്റി പോർട്ടൽ ആണ്. യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ ഇക്കണോമിക് ഏരിയ രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഒരേ സമയം ഈ പോർട്ടലിൽ ലഭ്യമാണ്. IT, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും അവസരങ്ങളുള്ളത്. സൗജന്യ സേവനം: തൊഴിലന്വേഷകർക്കും തൊഴിലുടമകൾക്കും ഈ പ്ലാറ്റ്ഫോം പൂർണ്ണമായും സൗജന്യമാണ്. അടുത്തതായി പോളണ്ടിൻ്റെ ഔദ്യോഗിക തൊഴിൽ പോർട്ടലായ PRACA-യിലും സർക്കാർ അംഗീകരിച്ച ഒഴിവുകൾ ലഭ്യമാണ്. എന്നത് പോളണ്ട് സർക്കാരിൻ്റെ തൊഴിൽ, സാമൂഹിക നയ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഫാമിലി ആൻഡ് സോഷ്യൽ പോളിസി അവതരിപ്പിച്ചിട്ടുള്ള ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനാണ്. വർക്ക് വിസ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തൊഴിൽ ഓഫർ വേണം. ആദ്യം പോളണ്ടിലെ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ജോലി ഓഫർ ലഭിക്കണം. വർക്ക് പെർമിറ്റ്: നിങ്ങളുടെ തൊഴിലുടമ പോളണ്ടിലെ പ്രാദേശിക ഓഫീസ് വഴി നിങ്ങൾക്ക് വേണ്ടിയുള്ള വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കും. നാഷണൽ വിസ: വർക്ക് പെർമിറ്റ് ലഭിച്ച ശേഷം ഇന്ത്യയിലെ പോളിഷ് എംബസി അല്ലെങ്കിൽ VFS ഗ്ലോബൽ പോളണ്ട് വഴി നിങ്ങൾക്ക് D ടൈപ്പ് നാഷണൽ വിസയ്ക്ക് അപേക്ഷിക്കാം. ശ്രദ്ധിക്കുക, പോളണ്ടിലേക്ക് ജോലിക്ക് ആളുകളെ എടുക്കുന്നു എന്ന് വ്യാജമായി അവകാശപ്പെടുന്ന ഏജൻസികളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് അംഗീകൃത ഏജൻസികൾ വഴി മാത്രം അപേക്ഷകൾ നൽകാൻ ശ്രദ്ധിക്കണം. കൂടുതൽ തൊഴിലവസരങ്ങളുമായി വീണ്ടും വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഒപ്പം തന്നെ അത് ഷെയർ ചെയ്യൂ. കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.